വാർഷിക പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുവാനായി ചെറുകടവ് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീയ ശ്രീകുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ വാർഷിക പൊതുയോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി മുദ്രാഗീതം. പുതിയൊരു പുലരിയൊരു കലകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി മാറിയിടാം, തമ്മിൽ തണലായി മാറിയിടാം. കല്ലണമിനിയും മുള്ളുകൾ പലതും കൊള്ളാമെന്നതു കേട്ടിടാം. നിറയത്തെന്നും മാനവകൃത്തുകൾ നമ്മൾ വെളിച്ച വെളിച്ചത്താം. ഒരുമിച്ചുയരാം ഒരുമിച്ചുയരാം ഉയരാം ഉയരാം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ചെറുകടവ് CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഉഷ പ്രകാശിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ചെറുകടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത്തെ വാർഷിക പൊതുയോഗ സമ്മേളനമാണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. നമ്മൾ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് മാത്രമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയായ കുടുംബശ്രീ ഇന്ന് കേരളീയ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ചെറുകടവ് CDS നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തന മികവ് കാരണം നമുക്ക് മോഡൽ CDS എന്ന ഒരു പദവിയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ CDS എല്ലാ വാർഡുകളിലെ കുടുംബശ്രീകൾ നല്ല രീതിയിൽ തന്നെയാണ് ചെറുകടവിലെ CDSുമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സംരംഭം 100 സംരംഭത്തോളം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. നമ്മളിന്ന് സംരംഭകരെ ആദരിക്കുന്നുണ്ട്. ഓരോ വാർഡിലെയും ഏറ്റവും നല്ല മികച്ച സംരംഭത്തിന് നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എല്ലാ മേഖലയിലും അതുപോലെ നമ്മളെ ഈ അരങ്ങ് 2025 അത് നമ്മളെ CDS തലത്തിലെ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലെ ജില്ലാ തലത്തിലെ സംസ്ഥാന തലം വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. സംസ്ഥാന തലത്തിലെ കാർട്ടൂണിന് 2ാം സ്ഥാനം കിട്ടിയത് നമുക്ക് ചെറുകടവ് CDSന്റെ അഭിമാനമായ സോമയാണ്. അത് സോമയെ ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ വാർഷിക യോഗത്തിന്റെ അധ്യക്ഷൻ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീകുമാർ സാറാണ്. നമ്മുടെ ഏത് കാര്യത്തിലും നമ്മളോടൊപ്പം കുടുംബശ്രീ പ്രവർത്തനത്തിന് ഏത് കാര്യം പറഞ്ഞാലും നമ്മളോടൊപ്പം തന്നെ യോജിച്ചു നിൽക്കുക നമ്മുടെ പ്രസിഡന്റ് ശ്രീകുമാർ സാർ അവരുടെ ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞ M. ജയരാജ് സാർ ആണെങ്കിലും നമ്മുടെ ഏത് പ്രവർത്തനത്തിലും നമ്മളോടൊപ്പം തന്നെയുണ്ട്. സാറിനെ ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി സാർ ഇവിടെ വന്ന് നമുക്ക് തിരക്കായതുകൊണ്ട് നേരത്തെ ആശംസ അർപ്പിച്ചിട്ട് പോയി. സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഏത് കാര്യം പറഞ്ഞാലും നമ്മളോടൊപ്പം തന്നെയുണ്ട്. എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്ക് മൂലമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. EN ദിലീപ്കുമാർ സാറിനെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.
കുടുംബശ്രീയുടെ പദ്ധതി വിശദീകരണം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ സാർ എത്തിച്ചേരാമെന്ന് പറഞ്ഞതായിരുന്നു. പ്രത്യേക സാഹചര്യത്തില് തിരുവനന്തപുരത്ത് ഒരു മരണം സംഭവിച്ച് പോയിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മുടെ DPM ഉഷാദേവി അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കൊച്ചിൻ മൻസൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യത്തില് ഈ പ്രസംഗത്തെക്കാളേറെ മൻസൂറിന്റെ പാട്ട് കേൾക്കാനാണ് നിങ്ങളെ കഴിയും. ഞാൻ എന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് വളരെ ലേറ്റായി വീട്ടിൽ ചെന്നാലും യാത്രയില് ഞാൻ ഇദ്ദേഹത്തിന്റെ 2 പാട്ടൊക്കെ കേൾക്കാതെ വളരെ കുറച്ച് ദിവസം മാത്രമേ എന്റെ അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് കാലമായ ദുഃഖമായ ബന്ധമാണ്. എന്റെ വീട്ടിന്റെ പുറത്ത് വരെ വന്ന് അദ്ദേഹം പരിപാടി നടത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഒരു അസാധാരണ പ്രതിഭയാണ്. ഏത് പാട്ട് നിങ്ങളൊക്കെ ഏത് പാട്ട് ചോദിക്കാതെ ആ കാലഘട്ടത്തിൽ ഏത് പാട്ട് പാടാൻ പറ്റും. പക്ഷെ എഴുതിയവരെ സംഗീതം നൽകിയവരെ ചിത്രത്തിന്റെ പേരും അഭിനയിച്ച നടിയന്മാരുടെ പേര് ഉൾപ്പെടെ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത വലിയൊരു ഭാഗ്യമാണ്. അതിന്റെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ രീതിയിലെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കലാസമിതി ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ കണ്ടത് മനോഹരമായിരുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ CDSന്റെ 27ാമത് വാർഷികമാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. 27ാമത് വർഷമാണ്. നമുക്കറിയാം ഇവിടുത്തെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും ഭംഗിയായി എത്ര വർഷങ്ങൾ മനോഹരമാക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ താല്പര്യം, ഇവിടുത്തെ ഏത് ചടങ്ങും ഗ്രാമീയ താല്പര്യവും നിങ്ങളുടെ കൂട്ടായ്മയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മാതൃകയായി മാറിയ കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ ഒരു ചരിത്രമാണ് ചെർക്കളവിലെ കുടുംബശ്രീക്കുള്ളത്. അതിൽ ഓരോ അംഗങ്ങൾക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ എല്ലാം ഒരുമിച്ചുള്ള ആ മനസ്സാണ് ഇതിനെ രൂപപ്പെടുത്തുന്നതും ഏറ്റവും ഭംഗിയാക്കുന്നതും. അപ്പൊ അതിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലെ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ആരംഭിക്കുമുണ്ടായ നിശ്ചയത്തിനേക്കാളും ഏറെ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഈ രംഗത്ത് ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ സംവിധാനമായിട്ട് ഏറ്റവും മികച്ച പ്രസിഡന്റായി തോമസ് കല്ലമ്പള്ളി എക്സലന്റ് അവാർഡ് നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിയ ശ്രീകുമാർ സാറിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരവ് കൊടുക്കുന്നതിനായി ഞങ്ങളുടെ ഡോക്ടർ എൻ ജയരാജ് സാറിനെയും ക്ഷണിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 4.5 വർഷ കാലഘട്ടത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനം സാമാന്യം ഭംഗിയായി നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ യൂണിറ്റുകളെ നയിച്ചുകൊണ്ടു പോകാൻ വേണ്ടി നമ്മുടെ CDSന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പോരായ്മകൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും ആ പോരായ്മകൾ തിരുത്തി കൂടുതൽ ഭംഗിയായി ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഈ വാർഷിക പൊതുയോഗം ഉപകരിക്കപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ CDSന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ CDS ചെയർപേഴ്സൺ ശ്രീമതി ഉഷ പ്രകാശ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയരായിട്ടുള്ള ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, അതോടൊപ്പം തന്നെ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബ്ലോക്ക് കോർഡിനേറ്റർമാർ, പിന്തുണ സംവിധാനങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CDS ADS അയൽക്കൂട്ട പ്രതിനിധികളെ, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിയോഗമാണ് എനിക്കിന്ന് ലഭിച്ചത്. കാരണം ഇന്ന് ഈ സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്താനിരുന്നത് നമ്മുടെ ബഹുമാനിയായ DMC ആണ്. സാറിന് വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം പോകേണ്ടതുള്ളതിനാൽ എന്നെയാണ് അതിലേക്ക് നിയോഗിച്ചത്. ഇന്ന് 27ാമത് എനിക്ക് തോന്നുന്നു സംസ്ഥാന തലത്തിൽ കുടുംബശ്രീയുടെ വാർഷികം എന്ന് പറയുന്നത് 27 വർഷങ്ങളായി. പക്ഷെ നമ്മുടെ ജില്ലയില് 2001 കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നത്.
അന്ന് മുതല് വളരെയേറെ പ്രത്യേകതയോടുകൂടി സ്ത്രീകളുടെ സംഘടനാ സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. അതിന് എല്ലാ മേഖലകളും, സമസ്ത മേഖലകളിലും നമ്മുടെ ആ ഒരു കടന്നുവരവ് കേരളത്തിൽ നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മള് വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയ ഒരു വർഷമാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയത്. കാരണം സംസ്ഥാന തലത്തിൽ തന്നെ 3 ലക്ഷം പേർക്ക് സ്വയം തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപജീവനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെ-ലിഫ്റ്റ് സംവിധാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ ലാസ്റ്റ് നടന്നത് നമ്മൾക്ക് അരങ്ങ് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരങ്ങ് ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ തന്നെ CDS ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിലൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലേക്ക് ഇതിനെ നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് സംഘടിപ്പിക്കാനും അതിന്റെ മാനേജ്മെന്റിലും അതിന്റെ മറ്റ് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കൂട്ടങ്ങളും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് അവലോകനം ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്, അതിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു, എത്രമാത്രം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ അപാകതകളുണ്ട്. ഒരു വാർഷിക യോഗത്തിൽ എന്നുള്ളത് ആയിക്കോട്ടെ ആണെങ്കിലും വാർഷികം വെച്ചുകൊണ്ട് ആ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതായത് 1998 അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ 2001 ആരംഭിച്ചപ്പോൾ ഉള്ള ഒരു ആവേശം ഇന്ന് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് നമുക്ക് കിട്ടുന്ന ലിങ്കേജ് വായ്പയും അതുപോലെ മറ്റു ധനമിടപാടുകളിലും മാത്രമായിട്ട് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ ഒഴുകിപ്പോയോ? ചെറുകട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കുടുംബശ്രീയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് അല്ലെങ്കിൽ ഏറ്റവും നല്ല സഹായം സപ്പോർട്ട് ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പഞ്ചായത്താണ്. അത് കഴിഞ്ഞ വാർഷിക യോഗത്തിലാണ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, എല്ലാ വാർഡുകളിലും മികച്ച രീതിയിലുള്ള സംരംഭങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മാതൃകാ ഗ്രാമപഞ്ചായത്തായി മാറ്റും. അത് എനിക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ സംരംഭ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഓരോ കുടുംബത്തിന്റെയും ഉപജീവനം കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. നൽകാൻ വേണ്ടി നമ്മുടെ ഉച്ചകഴിഞ്ഞത്തെ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സംരംഭങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പൊതുവെ നമ്മുടെ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവികസനങ്ങളും പദ്ധതികളുമായി ബന്ധപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങളും CDSന്റെ ഭാഗത്തുനിന്ന് കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നൂതന പദ്ധതികൾ അത്രമാത്രം ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്നുകൂടെ പരിശോധിക്കണം. 4 ജനറൽ അംഗങ്ങൾ 2989, വയോജന അയൽക്കൂട്ടം 20, അംഗങ്ങൾ 216, 147, ഗ്രൂപ്പ് 9, അംഗങ്ങൾ 201, മൃഗസംരക്ഷണ മേഖല സംരംഭം 98, അംഗങ്ങൾ 123, ബാലസഭ 11, അംഗങ്ങൾ 115, JLG 58, അംഗങ്ങൾ 272, മൂല്യവർദ്ധിത ഉൽപ്പന്ന സംരംഭം 3, അംഗങ്ങൾ 8, സ്വാതന്ത്ര്യ വോളണ്ടിയർ 1, പ്രവാസി സംരംഭങ്ങൾ 5, ജനറൽ ഇൻഷുറൻസ് 2024-25 147, അഫിലിയേഷൻ പുതുക്കൽ